വയനാടിനോടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണന ഈ കേരളത്തോടുള്ള വലിയ അവഗണനയാണ്. ഇതുപോലെ ഇത്രയും വലിയ ഒരു ദുരന്തം ഉണ്ടായിട്ടും ആ ദുരന്തത്തിന് ശേഷമുള്ള പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളം ചെയ്യാനിരിക്കെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉണ്ടായിട്ടും കേന്ദ്ര സംഘം പഠനം നടത്തിയിട്ടും ഇതുവരെ ഒരു രൂപ പോലും കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് നൽകിയിട്ടില്ല എന്ന കാര്യവും ഇനി നൽകില്ല എന്നുള്ള അറിയിപ്പും ഞെട്ടലുളവാക്കിയാണ്. ബി.ജെ.പി. സർക്കാർ കേരളത്തോട് കാണിക്കുന്ന ഈ അവഗണനയ്ക്കെതിരായി ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഇതിനു മുൻപ് തന്നെ നിയമസഭയിൽ വയനാടിന്റെ റഫറൻസിന്റെ സമയത്തും പിന്നെ അടിയന്തര പ്രമേയമായി ഈ വിഷയം ഉന്നയിച്ചപ്പോഴും പ്രതിപക്ഷം അതിശക്തമായി ഈ കേന്ദ്ര അവഗണനയെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചു. ഇത് നമ്മുടെ സംസ്ഥാനം ഈ രാജ്യത്തിന്റെ ഭൂപടത്തിൽ ഇല്ല എന്നുള്ള ഒരു നിലപാടാണ് ബി.ജെ.പി. സർക്കാർ സ്വീകരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതികരണം പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള UDF എംപിമാർ തീർച്ചയായിട്ടും ഉയർത്തും. ഞങ്ങളത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഗൌരവമായ ഒരു വിഷയമാക്കി മാറ്റും. ഇത് ആരുടെയും പോക്കറ്റിൽ നിന്ന് എടുത്തു തരുന്ന തുകയല്ല. ഓരോ സംസ്ഥാനങ്ങൾക്കും ഇത് അവകാശപ്പെട്ട തുകയാണ്. SDRF കൊടുത്തു എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ്. SDRF അല്ലാതെ തന്നെ സംസ്ഥാനത്തിന് ഉള്ളതാണ്. ബാക്കിയുള്ള ദുരന്തങ്ങൾ അല്ലാതെയുള്ള കാര്യങ്ങളുമായിട്ട് ചെയ്യേണ്ടതാണ്. മാത്രമല്ല വയനാടിന്റെ പുനരധിവാസത്തിന് വേണ്ടത് SDRF അല്ല, സ്പെഷ്യൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ്. സ്പെഷ്യൽ അസിസ്റ്റൻസ് ആണ്. അതാണ് തരാത്തത്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, ഉത്തരാഖണ്ഡിന് കൊടുത്തിട്ടുണ്ട്, ആസാമിന് കൊടുത്തിട്ടുണ്ട്, UPക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കും സ്പെഷ്യൽ അസിസ്റ്റൻസ് ഇത്തരം ഘട്ടങ്ങളിൽ കൊടുക്കും. ആ 2018 പ്രളയത്തിൽ നമുക്ക് തന്നിട്ടുണ്ടെന്ന് കുറച്ചു തുക കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ വയനാട് ദുരന്തത്തിൽ തീർച്ചയായും കേരളത്തിന് അർഹതയുള്ള ഈ തുക മനഃപൂർവ്വമായി അവഗണിക്കുന്നത് അതിനെതിരായിട്ട് ഞങ്ങൾ ശക്തിയായി പ്രതിഷേധിക്കും. അതുമായി മുന്നോട്ട് പോകും. കേന്ദ്ര ഗവൺമെന്റിന്റെ തനിനിറമാണ് ഇതിലൂടെ തുറന്നു കാണിക്കപ്പെട്ടിരിക്കുന്നത്. അത് ഈ വയനാട് പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ആ വാർത്ത പുറത്തു വരുന്നത്. അതും വളരെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ആ തെരഞ്ഞെടുപ്പ് വരെ ഇതിനെക്കുറിച്ച് ഒന്നും പറയാതെ മൂടിവെച്ചിട്ട് തെരഞ്ഞെടുപ്പ് പോളിംഗ് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കാര്യം പുറത്തു വരുന്നത് എന്നത് കൂടി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അല്ല, സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുകയല്ലേ. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയത്ത് പറഞ്ഞല്ലോ, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി കൂടിയുള്ള അവസരമാണ് തെരഞ്ഞെടുപ്പ്. മാത്രമല്ല പാലക്കാട് മാത്രമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ ഫോക്കസിലുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും പറയും, നമ്മൾ പ്രസക്തമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയം പറയും. ഇത് രാഷ്ട്രീയമാണ് ഈ തെരഞ്ഞെടുപ്പ്. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയും സംസ്ഥാനത്തെ ദുർഭരണത്തിനുമെതിരായിട്ടുള്ള UDFന്റെ പോരാട്ടവും UDFന് ജനങ്ങൾക്ക് നൽകാനുള്ള സന്ദേശവും പറയാനുള്ള അവസരം കൂടിയാക്കി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റും. ഞാനത് ആദ്യമേ സൂചിപ്പിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ട് മുഖ്യ പ്രചരണം ആക്കുക തന്നെ ചെയ്യും. ആക്കണമല്ലോ. കിട്ടാവുന്ന അവസരങ്ങളിലെല്ലാം അത് ശക്തമായ പ്രചരണ വിഷയമാക്കുകയും ഇനി ഞങ്ങൾ പ്രതിഷേധങ്ങളും സമരങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യും. അത് സുരേന്ദ്രനല്ലല്ലോ പറയേണ്ടത്. കേരളത്തിലെ BJP പ്രസിഡന്റ് അല്ലല്ലോ പറയേണ്ടത്. കേരളത്തിലെ BJP സംസ്ഥാന കമ്മിറ്റിയോടല്ലല്ലോ നമ്മൾ പണം ചോദിച്ചിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിനോടാണ് ചോദിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് പറയട്ടെ, കൃത്യമായ കണക്കില്ല. അങ്ങനെ അല്ലല്ലോ. പ്രധാനമന്ത്രിയെ ആദ്യം സന്ദർശിച്ചപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞത് അതല്ല, കേന്ദ്ര സംഘം ഇവിടെ ഉണ്ടെന്നാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ സമയത്തും കേന്ദ്ര സംഘം ഇവിടെ ഉണ്ടെന്നാണ്. ആ കേന്ദ്ര സംഘം പരിശോധിച്ചിട്ട് തന്നാലും മതി പണം. അവര് തന്നാലും മതി പണം. അല്ല BJP പ്രസിഡന്റിനോട് നമ്മളാര് സ്റ്റേറ്റ് ഗവൺമെന്റോ അല്ലെങ്കിൽ ഈ സംസ്ഥാനമോ പണം ചോദിച്ചിട്ടുണ്ട് ഇവിടുത്തെ? അല്ലല്ല, ഞങ്ങൾക്ക് ഇതല്ലാതെ തന്നെ പാർലമെന്റിനകത്ത് കേരളത്തിന്റെ ഒരു വിഷയം എന്നുള്ള നിലയിൽ ഞങ്ങളിത് ഉയർത്തിപ്പിടിക്കും. അതിന് നമുക്കിപ്പോൾ വേറെ ആരുടെയും സഹായം വേണ്ട. ഞങ്ങൾ സമരം ചെയ്യാൻ. കാരണം ഇവരെപ്പോഴാ കോംപ്രമൈസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ.
അല്ല അതിലൊന്നുമില്ല. ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണ് സമരം. ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കേന്ദ്രത്തിനെതിരായ ഒരു സമരത്തിലും ഞങ്ങൾ LDF-നെയോ CPM-നെയോ കൂട്ടുപിടിക്കില്ല. കാരണം എന്താ അറിയാം, ഇവരെപ്പോഴാണ് കോംപ്രമൈസ് ആണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ വെറുതെ അപകടത്തിലാവും. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് സമരം ചെയ്യാനുള്ള ശേഷിയുണ്ട്. CPM-നെ കൂട്ടുപിടിക്കേണ്ട ആവശ്യം കേരളത്തിലില്ല.